നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ നിന്നെ എങ്ങനെ വിളിക്കുമെന്ന് ആലോചിക്കുകയായിരുന്നു. മീനാക്ഷി അവിടെ ഉണ്ടോ അച്ഛാ? ഉണ്ട്, മീനാക്ഷി ഇവിടെ ഉണ്ട്. ടെൻഷൻ ആവാതെ ദൈവമേ, നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. മീനാക്ഷിക്കും കുഞ്ഞിനും ഒരാപത്തും വരില്ല, അവര് വരും. എന്താ ഗിരി, അവരെവിടെ ഇല്ലേ? ഇല്ല. റെയ്ഡൊക്കെ നടന്നു, മീനാക്ഷിയും കുഞ്ഞിനെയും കണ്ടുകിട്ടിയില്ല. ഇനി സഹീറയുടെ ഒരു പ്ലേ ആയിരുന്നു ഇതെന്ന് പറയാനും പറ്റില്ല. ഹലോ ഹലോ, നന്ദിനി മേഡം അല്ലേ? അതെ. ഓ ഭാഗ്യം, ഈ നമ്പർ ഒന്ന് തപ്പിയെടുക്കാൻ ഞാൻ എത്ര പാടുപെട്ടുന്നറിയോ? ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. മനസ്സിലായില്ലേ? ഞാൻ കൃപയ, പോലീസുകാരി. ഓ, കൃപ, മനസ്സിലായി. പറയൂ മാഡം. അതെ, ആ ഇന്ദ്രജിയുടെ വീട്ടിലെ റെയ്ഡില് ഞാനും ഉണ്ടായിരുന്നു, സഹീറ മാഡത്തിനൊപ്പം. റെയ്ഡിൽ ഉണ്ടായിരുന്നോ? എന്നിട്ട്? അവിടെ ഒരു മുറിയില് ആരോ ഉണ്ടായിരുന്നു. അത് മീനാക്ഷി ആയിരുന്നോന്ന് എനിക്ക് ഉറപ്പില്ല. അത് മീനാക്ഷി ആകാൻ സാധ്യതയുണ്ട്. എന്റെ ഒരു ഡൗട്ട് ഞാൻ അറിയിച്ചെന്ന് മാത്രം. വച്ചോട്ടെ എന്നാ. ഓക്കെ. എന്താ എന്താ ദൈവമേ? അത് എന്താ കാര്യം പറയും? റെയ്ഡ് നടക്കുമ്പോ അവിടെ മുറിയിൽ ഒരാളുണ്ടായിരുന്നു എന്നാ കൃപ പറയുന്നത്. അത് മീനാക്ഷിയാണോന്ന് ഉറപ്പില്ലെന്നും കൃപ പറഞ്ഞു. അത് മീനാക്ഷി തന്നെയായിരിക്കും, യാതൊരു സംശയവും വേണ്ട. ഇനിയിപ്പോ റെയ്ഡെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാനും പറ്റില്ലല്ലോ. അവിടെ ഉള്ളത് മീനാക്ഷി തന്നെയാണോന്ന് ഉറപ്പുവരുത്തണം. ആ സത്യം അറിയണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഹലോ. അച്ഛാ, ഞാനാണ് നന്ദിനി. ആ മോളെ, മോളെ, നിന്റെ നമ്പർ എന്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ നിന്നെ എങ്ങനെ വിളിക്കുമെന്ന് ആലോചിക്കുകയായിരുന്നു. മീനാക്ഷി അവിടെ ഉണ്ടോ അച്ഛാ? ഉണ്ട്, മീനാക്ഷി ഇവിടെ ഉണ്ട്. ദൈവമേ, കുഞ്ഞിനെ അവള് ബോധം കെടുത്തിയിട്ടിരിക്കുക. എന്തിരജ? അയ്യോ, എന്താ? മീനാക്ഷി അവള് ബോധം കെടുത്തിയിട്ടിരിക്കുന്നു. അയ്യോ, ഈ വീടിന് ചുറ്റും ഗുണ്ടകൾ കാവല. അച്ഛാ, മീനാക്ഷിയെ എങ്ങനെ രക്ഷപ്പെടുത്തണമല്ലോ? രക്ഷപ്പെടുത്തണം. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അത് പറയാച്ചാ.
എല്ലാം പറഞ്ഞതുപോലെ. ശരി അച്ഛാ. മോളെ, ആ എങ്ങനെയുണ്ട്? നമ്പ്യാർ സാറിന്റെ ഈ പ്ലാന് വർക്കൗട്ട് ആവുന്ന എന്റെ പ്രതീക്ഷ. അയ്യോ, ആ ആ, അയ്യോ വയ്യേ, അയ്യോ അയ്യോ അയ്യോ, ആ ആ, അയ്യോ വയ്യേ. മാഡം, മാഡം ഒന്ന് വേഗം വാ. എന്താ മോളി? ദേ സാറ്. അയ്യോ, അച്ഛാ, അയ്യോ, അച്ഛാ, എന്താ അയ്യോ, എന്താ അച്ഛാ? അയ്യോ, എനിക്ക് നെഞ്ചുവേദന. എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അയ്യോ, അത് വേണ്ട, ഞാൻ ഡോക്ടറെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. അത് വേണ്ട. മോളി, നീ ഓടിച്ചെന്ന് എന്റെ ഫോൺ എടുത്തിട്ട് വന്നേ. വേണ്ട വേണ്ട മോളെ, മോളെ എനിക്ക് ഹോസ്പിറ്റലിൽ പോയാ മതി. അയ്യോ വേണ്ടച്ചാ, ഡോക്ടർ ഇപ്പൊ ഇവിടെ എത്തും. വേണ്ട വേണ്ട, എനിക്ക് ഹോസ്പിറ്റലിൽ പോയാ മതിയേ. ഈശ്വര. അല്ല മാഡം, സാറിന് നെഞ്ചുവേദനയല്ലേ? എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതല്ലേ നല്ലത്? അല്ല, നെഞ്ചുവേദന വരുമ്പോ സാധാരണ ഹോസ്പിറ്റലിൽ എത്തിക്കാറല്ലേ പതിവ്? അത് നെഞ്ചുവേദന, ഇത് അഭ്യാസമാണെങ്കിലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.